US വിസ അപ്പോയിന്റ്മെന്റിനായി കാത്തിരിക്കുന്ന ഇന്ത്യൻ അപേക്ഷകർക്ക് സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ ഇന്ത്യയിലെ US കോൺസുലേറ്റുകൾ ഇന്റർവ്യൂ സ്ലോട്ടുകൾ അനുവദിച്ച് തുടങ്ങിയിരിക്കുകയാണ്. H1B, H4, F1 വിസകൾക്കുള്ള സ്ലോട്ടുകളാണ് ലഭ്യമാക്കിയിരിക്കുന്നത്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് 2025 ഡിസംബർ പകുതിയോടെ താൽക്കാലിക വർക്ക് വിസയായ H1Bക്കും ആശ്രിത വിസയായ H4നും ഏർപ്പെടുത്തിയ കർശനമായ സോഷ്യൽ മീഡിയ പരിശോധനകളും സുരക്ഷാ മാനദണ്ഡങ്ങളുമാണ് വിസ നടപടികൾ അസാധാരണമാം വൈകാൻ കാരണമായത്. അപേക്ഷകരുടെ ഓൺലൈൻ ഇടപെടലുകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നതിനായി ഏർപ്പെടുത്തിയ ഈ സംവിധാനം മൂലം 2026ലേക്കും 2027ലേക്കും വരെ മാറ്റിവെക്കപ്പെട്ട അപ്പോയിന്റ്മെന്റുകൾ ഇപ്പോൾ നേരത്തെ ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. ഡൽഹി, മുംബൈ, ചെന്നൈ, ഹൈദരാബാദ്, കൊൽക്കത്ത എന്നിവിടങ്ങളിലെ കോൺസുലേറ്റുകളിൽ നിന്ന് ചെറിയ ബാച്ചുകളായാണ് സ്ലോട്ടുകൾ പുറത്തുവിടുന്നതെന്ന് ഫിനാൻഷ്യൽ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. സ്ലോട്ടുകൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും നിമിഷങ്ങൾക്കുള്ളിൽ ബുക്ക് ചെയ്യപ്പെടുകയും ചെയ്യുന്നതിനാൽ അപേക്ഷകർ നിരന്തരം പോർട്ടലുകൾ പരിശോധിക്കേണ്ട സാഹചര്യമാണ് നിലവിലുള്ളത്. 2026ലെ ഫാൾ ഇൻടേക്ക് ലക്ഷ്യമിടുന്ന വിദ്യാർത്ഥികൾക്കും ഈ മാറ്റം വലിയ ഗുണകരമാകും. നേരത്തെ അപ്പോയിന്റ്മെന്റ് ലഭിക്കുന്നത് കൃത്യമായ യാത്രാ പ്ലാനുകൾ തയ്യാറാക്കാനും സാമ്പത്തിക നഷ്ടം ഒഴിവാക്കാനും അവരെ സഹായിക്കും. എന്നാൽ മുൻപ് വിസ നിരസിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഈ സ്ലോട്ടുകൾ ഉപയോഗപ്പെടുത്താൻ കഴിയില്ല എന്ന നിബന്ധനയുമുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. അമേരിക്കയിൽ ജോലി ചെയ്തിരുന്ന പലരും അവധിക്ക് നാട്ടിലെത്തിയ ശേഷം വിസ സ്റ്റാമ്പിങ്ങിനായി കാത്തിരുന്ന മാസങ്ങളോളം ഇവിടെ കുടുങ്ങിപ്പോയ അവസ്ഥയുണ്ടായിരുന്നു. തേർഡ് കൺട്രി നാഷണൽ പ്രോസസ്സിംഗ് നിർത്തലാക്കിയത് ഈ പ്രതിസന്ധി രൂക്ഷമാക്കിയിരുന്നു. എന്നാൽ പുതിയ സ്ലോട്ടുകൾ ലഭ്യമാകുന്നതോടെ ഇത്തരത്തിൽ നാട്ടിൽ കുടുങ്ങിയ പ്രൊഫഷണലുകൾക്ക് തിരികെ ജോലിയിൽ പ്രവേശിക്കാൻ വഴിയൊരുങ്ങും. എന്നിരുന്നാലും സ്ഥിതിഗതികൾ പൂർണ്ണമായും സാധാരണ നിലയിലായിട്ടില്ലെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. അതേസമയം നിലവിൽ അമേരിക്കയിലുള്ള H1B ജീവനക്കാർ അടിയന്തര സാഹചര്യങ്ങളിലല്ലാതെ ഇന്ത്യയിലേക്കുള്ള യാത്ര ഒഴിവാക്കുന്നതാണ് ഉചിതമെന്ന് ഇമിഗ്രേഷൻ വിദഗ്ധർ നിർദ്ദേശിച്ചിരുന്നു. സോഷ്യൽ മീഡിയ പരിശോധനകൾക്ക് എടുക്കുന്ന അധിക സമയം കാരണം ഇന്റർവ്യൂ കപ്പാസിറ്റി ഇനിയും പൂർണ്ണ തോതിൽ വർദ്ധിച്ചിട്ടില്ല. കെട്ടിക്കിടക്കുന്ന അപേക്ഷകളുടെ എണ്ണം വളരെ കൂടുതലായതിനാൽ സാധാരണ നില കൈവരിക്കാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കാമെന്നാണ് സൂചന. അതിനാൽ അപേക്ഷകർ ഔദ്യോഗിക എംബസി വെബ്സൈറ്റുകൾ വഴി വിവരങ്ങൾ സ്ഥിരീകരിക്കുകയും മുൻകൂട്ടി പ്ലാൻ ചെയ്യുകയും വേണമെന്നാണ് ഇമിഗ്രേഷൻ വിദഗ്ധരുടെ നിർദ്ദേശം. ഇനി H1B, H4 വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയ സോഷ്യൽ മീഡിയ പരിശോധനയെ കുറിച്ച് കൂടി നോക്കാം. FMJ വിസ അപേക്ഷകർക്ക് ഏർപ്പെടുത്തിയതിന് സമാനമായ പരിശോധനയാണ് H1B, H4 വിസ അപേക്ഷകർക്കും ആരംഭിച്ചിരുന്നത്. വിസ അപേക്ഷകരുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വിശദമായി പരിശോധിക്കാനാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തീരുമാനം. ഇതിനോടനുബന്ധിച്ച് അപേക്ഷകർ സോഷ്യൽ മീഡിയ അക്കൗണ്ട് പബ്ലിക് ആക്കി വെക്കണമെന്ന് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് നിർദ്ദേശിച്ചിരുന്നു. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്കും പൊതുസുരക്ഷയ്ക്കും ഭീഷണിയാകുന്നവരെ കണ്ടെത്താൻ വേണ്ടിയാണ് സോഷ്യൽ മീഡിയ പരിശോധന നടത്തുന്നതെന്നാണ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിശദീകരണം. ഓരോ വിസ നൽകുന്നതും ഒരു ദേശീയ സുരക്ഷാ തീരുമാനമാണെന്നും അമേരിക്കയിലേക്ക് വരുന്നവർക്ക് രാജ്യത്തെ ദ്രോഹിക്കാനോ അമേരിക്കൻ താൽപര്യങ്ങൾക്ക് കോട്ടം വരുത്താനോ ഉദ്ദേശമില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണെന്നും സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചിരുന്നു.